ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ ജേർണി എടുത്തു കഴിഞ്ഞാൽ ഒരു 6 കൊല്ലത്തോളം ദൂരദർശനിലായിരുന്നു. അതിനുശേഷമാണ് ആ സമയത്ത് കരിയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ഞാൻ വളരെ സീരിയസ് ആയിട്ടൊന്നും കണ്ടിരുന്നില്ല, വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അപ്പൊ അതിനുശേഷം ഈ ബിഹൈൻഡ് വുഡ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അത് മലയാളത്തിൽ ആദ്യമായി തുടങ്ങുന്ന ആദ്യത്തെ ഒരു 5 പേരിൽ ഒരാളായിട്ട് മാറുന്നു. ആ ചാനലിന്റെ മുഖമായി മാറുന്നു. ആ സമയത്തെന്ന് പറയുന്നത് അതൊരിക്കലും ഒരു കേക്ക് വോക്ക് ഒന്നും അല്ലായിരുന്നു. ഭയങ്കരമായി നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഒരു ചാനൽ തുടങ്ങുന്നു, അതുമായിട്ട് ഒരു മുഖപരിചയവും ഇല്ലാത്ത ഒരാള് ആ ചാനലിന്റെ ഫേസ് ആയി മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ ഒരു ചാനലിൽ രജിസ്റ്റർ ചെയ്യിക്കാനായിട്ട് ഇപ്പൊ പലരും യൂട്യൂബ് ഒക്കെ വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് തന്നെ പലരും ചെയ്തു നോക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ഒന്ന് ആളുകളിലേക്ക് അറിയിക്കുക എന്ന് പറയുന്നത് എത്ര ടഫായിട്ടുള്ള ഒരു ജേർണി ആണെന്ന് പലർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ ആ ജേർണിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ സമയത്ത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുള്ള ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. എഗെയിൻ അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്താണ് ബിഹൈൻഡ് വുഡ്സിലേക്ക് വരുന്നത്. ആ സമയത്തും എൻ്റെ ഒരു 28-ലേക്കാണ് ഞാൻ എൻ്റെ വിവാഹം കഴിയുന്നത്.